Good morning dear students and warm welcome to our 23rd online class. Today's our topic is refund of tax. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിക്കവറി ഓഫ് ടാക്സ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് എടുക്കുന്നത് റീഫണ്ട് ഓഫ് ടാക്സ്. ഇങ്ങനെയാണ് ടാക്സ് റീഫണ്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസും റീഫണ്ടിനോടൊപ്പം തന്നെ അതിനുള്ള പലിശയും കൂടി കൊടുക്കേണ്ടതായിട്ട് വരും. അതെങ്ങനെയാണ് സെൻട്രൽ ഗവൺമെൻറ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം SSCസിന് റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നത്, അതിൻ്റെ പലിശ എങ്ങനെയാണ് കണക്കാക്കിക്കൊണ്ട് SSCസിന് തിരിച്ചു കൊടുക്കുന്നത് എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റീഫണ്ട് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നോക്കാം. സെക്ഷൻ 237 ആണ് റീഫണ്ട് ഓഫ് ടാക്സ് എന്ന് പറയുന്നതിൻ്റെ പ്രൊവിഷൻസ് പറയുന്നത്. ഇഫ് എനി പേഴ്സൺ സാറ്റിസ്ഫൈസ് ദ അസസിംഗ് ഓഫീസർ ദാറ്റ് ദ എമൗണ്ട് ഓഫ് ടാക്സ് പെയ്ഡ് ബൈ ഹിം ഓർ ഓൺ ഹിസ് ബിഹാഫ് ഫോർ any assessment year exceeds the amount payable under the act for that year, he shall be entitled to a refund of the excess money paid. അഡ്വാൻസ് ടാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാക്സ് ഒരു അസസിംഗ് ഓഫീസർക്ക് സാറ്റിസ്ഫൈ ചെയ്യുകയാണ്, അയാൾ കൊടുക്കേണ്ടതിനേക്കാൾ കൂടുതൽ എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സന്ദർഭങ്ങളിലാണ് റീഫണ്ട് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് സെക്ഷൻ 237 പ്രകാരം വരുന്നത്. അപ്പോൾ എന്താണ് റീഫണ്ട് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടാക്സ് ഇനത്തിൽ ഒരു SSC കൂടുതലായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു അസസിംഗ് ഓഫീസർക്ക് സാറ്റിസ്ഫൈ ചെയ്ത് തോന്നുകയാണെങ്കിൽ റീഫണ്ട് ചെയ്ത് കൊടുക്കാനുള്ള പ്രൊവിഷൻസ് ആണ് സെക്ഷൻ 237 ഇനി ഏതൊക്കെ കേസുകളിലാണ് ഈ റീഫണ്ട് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് വരുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദ ടോട്ടൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഈസ് ഹയർ ദാൻ ദ എമൗണ്ട് ഓഫ് ടാക്സ് ലയബിലിറ്റി ആസ് പെർ റെഗുലർ അസസ്മെൻറ്റ്. TDS ഡിഡക്റ്റ് ചെയ്തിട്ടുള്ളത് ആക്ച്വലായിട്ടുള്ള ടാക്സ് ലയബിലിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ റീഫണ്ട് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ആ അസസ്മെൻറ്റ് ഇയറിൽ ഒരു റെഗുലർ അസസ്മെൻറ്റിൽ വരാവുന്നതാണ്. The amount of advance tax paid or the tax paid on self-assessment exceeds the tax liability as per the regular assessment. അതുപോലെ തന്നെ റെഗുലർ അസസ്മെൻറ്റിൽ ഒരു സെൽഫ് അസസ്മെൻറ്റ് വഴി കൊടുത്തിട്ടുള്ള ടാക്സ് എന്ന് പറയുന്നത് അത് അഡ്വാൻസ് ടാക്സ് പെയ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓർഡിനറി ടാക്സ് പേ ചെയ്തിട്ടുള്ളത് ടാക്സ് ലയബിലിറ്റിയേക്കാൾ കൂടുതലാണെങ്കിൽ അപ്പോഴും റീഫണ്ട് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് വരാവുന്നതാണ്. ബൈ ദ റെക്ടിഫിക്കേഷൻ ഓഫ് എ മിസ്റ്റേക്ക്, റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടായി, ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യുമ്പോൾ നേരത്തെ കൊടുത്തിട്ടുള്ള ടാക്സ് എന്ന് പറയുന്നത് കൂടുതലാണെങ്കിലും റീഫണ്ട് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് വരാവുന്നതാണ്. ബൈ ദ ഓർഡർ ഓഫ് എ ജഡ്ജ്മെൻറ്റ് ഇൻ ആൻ അപ്പീൽ, ഇനി ഒരു കേസ് ഫയൽ ചെയ്തു, അതിനുശേഷം അപ്പീലിൽ വിധി വരാണ്, ആ വിധി വരുന്നത് റീഫണ്ട് ചെയ്യാനുള്ളതാണെങ്കിൽ അപ്പോഴും റീഫണ്ട് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് വരാവുന്നതാണ്. when a relief for double taxation is granted, ഇനി ഡബിൾ ടാക്സേഷൻ എന്ന് പറയുന്ന റിലീഫ് ഓഫ് ഫണ്ട് വരികയാണെങ്കിലും ഇവിടെ എന്താണ് വരുന്നത്, റീഫണ്ട് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് സെക്ഷൻ 237 വരുന്നുണ്ട്. ഇനി റീഫണ്ട് ഓഫ് ടാക്സിൽ വരുന്നത് തന്നെയാണ് സെക്ഷൻ 238 എന്ന് പറയുന്നത്. അതെന്താണെന്നുള്ളത് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 238, an SSC who has paid a tax or where the income of one person is included in the total income of any other person, the latter or a legal representative or other trustee or guardian shall be entitled to claim or receive the refund. ഒന്നില്ലെങ്കിൽ ആ റീഫണ്ട് എന്ന് പറയുന്നത് റിസീവ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഏതാണ് സെക്ഷൻ പറഞ്ഞിട്ടുള്ളത്? സെക്ഷൻ 238 ആണ്. ഇവിടെ എന്താണ് പറയുന്നത്, an SSC who has paid a tax or where the income of one person is included in the total income of any other person, വേറെ ആരുടെയെങ്കിലും ഇൻകം ഏതെങ്കിലും ഒരു SSCയുടെ ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു SSC കൊടുത്തുള്ള ടാക്സ് എന്ന് പറയുന്നത് വേറൊരു SSCയുടെ ആണെങ്കിൽ the latter or a legal representative or other trustee or guardian shall be entitled to claim. ആർക്കൊക്കെയാണ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത്? നേരത്തെ പറഞ്ഞിട്ടുള്ള SSCസിനോ അല്ലെങ്കിൽ ഒരു ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനോ, അതും അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിക്കോ, അതും അല്ലെങ്കിൽ ഒരു ഗാർഡിയനോ ആണ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതായത് റീഫണ്ട് ഓഫ് ടാക്സിന് ക്ലെയിം ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഏത് സെക്ഷൻ പ്രകാരമാണ്? അക്കോർഡിംഗ് ടു സെക്ഷൻ 238 പ്രകാരം സാധിക്കും.
The SSC has to apply for refund in form number 30 within 1 year from the end of the assessment year. ഏത് ഫോമിലാണ് ക്ലെയിം അപ്ലൈ ചെയ്യേണ്ടത്? SSC ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ തന്നെ ക്ലെയിം അപ്ലൈ ചെയ്യണം. ആ ഫോമിൻ്റെ നമ്പറാണ് ഫോം നമ്പർ 30 എന്ന് പറയുന്നത്. അത് എന്നാണ് അപ്ലൈ ചെയ്യേണ്ടത്? അസസ്മെൻറ്റ് ഇയറിന് 1 വർഷത്തിനുള്ളിൽ തന്നെ ക്ലെയിം ചെയ്യേണ്ടതാണ്. Assessing officers have been authorized to admit belated refund claims up to 5 lakh subject to certain conditions. ചില സന്ദർഭങ്ങളിൽ ഈ ടൈം പീരീഡിനെ എക്സീഡ് ചെയ്തുകൊണ്ട് തന്നെ ഒരു അസസിങ് ഓഫീസർ ഓതറൈസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ക്ലെയിം 5 ലക്ഷം വരെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്ലിക്കേഷൻ പ്രത്യേകമായിട്ട് വെച്ചുകൊണ്ട് തന്നെ അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബിലേറ്റഡ് റീഫണ്ട് ക്ലെയിംസ് എന്ന് പറയുന്നത് എത്ര രൂപ വരെ ചെയ്യാനായിട്ട് സാധിക്കും? 5 ലക്ഷം രൂപ വരെയാണ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ സെക്ഷൻ 237 സെക്ഷൻ 238 ആണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. അതെല്ലാ സ്റ്റുഡൻസിനും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൻ 244A ആണ്. റീഫണ്ട് ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 244A പറയുന്നത്. ദറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ റീഫണ്ട് എന്ന് പറയുന്നത്. Interest is payable on refund amount at the rate of 0.5% for every month or part of a month of the delay in the grant of refund. റീഫണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കൊടുക്കാൻ വൈകിയാണെങ്കിൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 0.5% ആണ്. അത് എല്ലാ മാസത്തിനും 0.5% കിട്ടും, അല്ലെങ്കിൽ പാർട്ട് ഓഫ് എ മന്തിനും 0.5% കിട്ടുന്നതാണ്. ഇനി പറയുന്ന പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഫോളോയിങ് ആർ ദ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഇൻട്രസ്റ്റ് ഓൺ റീഫണ്ട്. ഫസ്റ്റ് വൺ, വേർ ദ റീഫണ്ട് ഈസ് ഓഫ് എനി അഡ്വാൻസ് ടാക്സ് ഓർ TDS or tax collected at source, interest shall be payable from the first day of the assessment year to the grant of refund if the return has been furnished on or before the due date. റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ളത് ഓൺ ഓർ ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ആവുകയും അതുപോലെ തന്നെ റീഫണ്ട് എന്ന് പറയുന്നത് അഡ്വാൻസ് ടാക്സ്, TDS അല്ലെങ്കിൽ TCS ഇതിന്മേലാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ ഓഫ് ദ അസസ്മെൻറ്റ് ഇയറിൻ്റെ ഫസ്റ്റ് ഡേ തുടങ്ങിയിട്ട് ഗ്രാൻറ്റ് ചെയ്യാവുന്നതാണ്. If the return is filed after the due date, interest shall be paid from the date of the filing of return to the date of grant of refund. ഇനി ഡ്യൂ ഡേറ്റിന് ഫയൽ ചെയ്തിട്ടില്ല, അതിന് ശേഷമാണ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇറ്റ് ഷാൽ ബി പെയ്ഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് ദ റിട്ടേൺ. എന്നാണോ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ളത് ആ ഡേറ്റ് തുടങ്ങിയിട്ട് റീഫണ്ട് ഗ്രാൻറ്റ് ചെയ്യുന്നവരെയുള്ള പലിശയാണ് കൊടുക്കുന്നത്. തേർഡ് കണ്ടീഷനിൽ പറയുന്നത് ഇഫ് ദ റീഫണ്ട് ഈസ് ഔട്ട് ഓഫ് ടാക്സ് പെയ്ഡ് ഓൺ സെൽഫ് അസസ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ഷാൽ ബി പെയ്ഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് റിട്ടേൺ ഓർ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് വിച്ച് എവർ ഈസ് ഏർലിയർ ടു ദ ഡേറ്റ് ഓഫ് ഗ്രാൻറ്റ് ഓഫ് റീഫണ്ട്. റീഫണ്ട് ഔട്ട് ഓഫ് ടാക്സ് പെയ്ഡ് ഓൺ സെൽഫ് അസസ്മെൻറ്റിനെ കൊടുത്തിട്ടുള്ള ടാക്സ് പെയ്ഡുമ്പോഴാണ് റീഫണ്ട് എന്ന് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണോ റിട്ടേൺ ഫയൽ ചെയ്തിട്ടത് ആ ഡേറ്റ് തുടങ്ങിയിട്ട്, അതും അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്നാണോ ടാക്സ് പേ ചെയ്തിട്ടത് ഇതിൽ ഏത് ഡേറ്റ് ആണോ ഏർലിയർ ആയിട്ട് വരുന്നത് ആ ദിവസം തുടങ്ങിയിട്ട് റീഫണ്ട് ഗ്രാൻറ്റ് ചെയ്യുന്ന വരെയുള്ള ഡേറ്റിനാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതാണ് 3 സ്പെഷ്യൽ കേസ് ഫസ്റ്റ് കാറ്റഗറിയിലുള്ളത്. However, interest shall not be payable under the above 3 situations if the excess paid is less than 10% of the tax determined on regular assessment. ഈ നേരത്തെ പറഞ്ഞുള്ള 3 കണ്ടീഷനും ഒരു എക്സംഷൻ പറയുന്നുണ്ട്. അതിലെന്താണ് പറയുന്നത്? 3 സിറ്റുവേഷനിലും ഇൻട്രസ്റ്റ് ഷാൽ നോട്ട് ബി പേയബിൾ, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട കാര്യമില്ല. എങ്ങനെയാണ്? ഇഫ് ദ എക്സസ് പെയ്ഡ് ഈസ് ലെസ് ദാൻ 10% ഓഫ് ദ ടാക്സ് പേ ചെയ്തതിനേക്കാൾ 10% കുറവാണെങ്കിൽ റെഗുലർ അസസ്മെൻറ്റിൽ ആണ് അത് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട കാര്യം ഇല്ല. ഇനി സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നത് ഇൻ എനി അതർ കേസ് ദ ഇൻട്രസ്റ്റ് ഷാൽ ബി പെയ്ഡ് ഫോർ ദ പീരീഡ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഓർ പെനാൽറ്റി അപ് ടു ദ ഡേറ്റ് ഓഫ് ഗ്രാൻറ്റ് ഓഫ് റീഫണ്ട്. നേരത്തെ പറഞ്ഞ 3 സിറ്റുവേഷൻസും അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് ഏതാണ് ഡേറ്റ് വരുന്നത്? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് എന്നാണോ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പെനാൽറ്റി കൊടുക്കുന്നത് ആ ദിവസം തുടങ്ങിയിട്ട് ഗ്രാൻറ്റ് റീഫണ്ടിനുള്ള ഗ്രാൻറ്റ് എന്നാണോ സാങ്ഷൻ ചെയ്യുന്നത് അതുവരെയുള്ള ഡേറ്റ് നോക്കിക്കൊണ്ടാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
where the refund is due to giving effect to an order of appeal or revision otherwise than by making a fresh assessment or reassessment. Refund shall be granted within 3 months from the date of order, in certain cases within 9 months under section 153 subsection 5. ഇവിടെ റീഫണ്ട് എന്ന് പറയുന്നത് ഒരു ഓർഡർ കാരണമോ അല്ലെങ്കിൽ അപ്പീലോ റിവിഷൻ കാരണമോ ആണ് റീഫണ്ട് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഫ്രഷ് അസസ്മെൻറ്റോ റീഅസസ്മെൻറ്റോ മൂലമാവാനായിട്ട് പാടില്ല. മറ്റുള്ള ഏതൊരു കേസിലാണെങ്കിലും റീഫണ്ട് എന്ന് പറയുന്നത് ഷാൽ ബി ഗ്രാൻറ്റഡ് വിത്തിൻ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഓർഡർ. എന്നാണോ ഓർഡർ വന്നിട്ടുള്ളത് അതിന് 3 മാസത്തിനുള്ളിലാണ് ഗ്രാൻറ്റ് സാങ്ഷൻ ചെയ്യേണ്ടത്. ഇനി ചില കേസുകളിൽ സെക്ഷൻ 153 സബ്സെക്ഷൻ 5 പ്രകാരമാണെങ്കിൽ ഈ 3 months എന്ന് പറയുന്നത് എത്രയാവാം? 9 മാസം വരെ ആവാം. If the refund is not granted within the specified period, additional interest at the rate of 3% per annum shall be payable from the expiry of the specified period till the grant of refund. ഇനി ആ ഓർഡറിന് ഈ പറഞ്ഞ 3 മാസം അല്ലെങ്കിൽ സ്പെഷ്യൽ കേസിൽ 9 മാസത്തിനുള്ളിൽ ഓർഡർ പാസ്സാക്കിയിട്ടില്ലെങ്കിൽ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റും കൂടിയും ഇൻകം ടാക്സ് അതോറിറ്റി SSCസിന് കൊടുക്കേണ്ടി വരും. ആ പെർസെൻറ്റേജ് എത്രയാണ്? 3% ആണ് പെർ ആനം നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പേയബിൾ ഫ്രം ദ എക്സ്പയറി ഓഫ് ദി സ്പെസിഫൈഡ് പീരീഡ് ടിൽ ദ ഗ്രാൻഡ് ഓഫ് റീഫണ്ട്. റീഫണ്ട് ഗ്രാൻറ്റ് ചെയ്യുന്നത് ആണ് അവസാനം. പക്ഷേ ഏത് തുടങ്ങിയിട്ടാണ്? എന്നാണോ ആ സ്പെസിഫൈഡ് പീരീഡ് എന്ന് പറയുന്നത് എക്സ്പയർ ചെയ്യുന്നത് ആ ഡേറ്റ് മുതലാണ് ഗ്രാൻഡ് ഓഫ് റീഫണ്ട് എന്ന് പറയുന്നത് സാങ്ഷൻ വരെയുള്ള ഡേറ്റ് വെച്ചിട്ടാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, where the refund is due to the deductor of TDS who has credited any amount of TDS in the account of the government, he shall be entitled to get interest at the rate of 0.5% for every month or part of a month from the date on which claim for refund is made to the date on which a refund is granted. ഇനി ഡിഡക്ടറുടെ ഒരു TDS ഡിഡക്റ്റ് ചെയ്തത് മൂലമാണ് റീഫണ്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്പെഷ്യൽ കേസിൽ ആ ഡിഡക്ടറാണ് ഗവൺമെൻറ്റിലേക്ക് എമൗണ്ട് പേ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ 0.5% ഇൻട്രസ്റ്റ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അത് എവറി പെർ മന്ത് അതല്ലെങ്കിൽ പാർട്ട് ഓഫ് എ മന്ത് വെച്ചിട്ടാണ് ഈ 0.5% എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സാങ്ഷൻ ചെയ്തിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ക്ലെയിം ഫോർ റീഫണ്ട് ഈസ് മെയ്ഡ് ടു ദ ഡേറ്റ് ഓൺ വിച്ച് റീഫണ്ട് ഈസ് ഗ്രാൻറ്റഡ് എന്ന് വരെയാണോ ആ ഗ്രാൻഡ് എന്ന് പറയുന്നത് സാങ്ഷൻ ചെയ്യുന്നത് അത് വെച്ചുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ റീഫണ്ട് എന്ന് പറയുന്നത് സെക്ഷൻ 244A പഠിക്കാനുള്ളത്. ഞാനൊരു 4 കാറ്റഗറി ആയിട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഓരോ സ്പെഷ്യൽ കേസിലും നോക്കിയിട്ട് വേണം നമുക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. യൂഷ്വൽ കേസിൽ 1% പെർ മന്ത് ആയിട്ടാണ് വരുന്നത്, 0.5% പെർ മന്ത് ആയിട്ടാണ് വരുന്നത്. ആ 0.5% എന്ന് പറയുന്നത് അതിൽ പെർസെൻറ്റേജ് റേറ്റിനേക്കാൾ കൂടുതലായിട്ട് എന്ന് മുതൽ എന്ന് വരെയുള്ള പലിശയാണ് കണക്കാക്കുന്നത് എന്നുള്ളതാണ് ഓരോ ഡിഫറെൻറ്റ് കേസിലും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത സെക്ഷൻ ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൻ 234 സബ്സെക്ഷൻ D ആണ്. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ എക്സസ് റീഫണ്ട്. എക്സസ് റീഫണ്ട് വരികയാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്ന പ്രൊവിഷൻസ് ആണ് സെക്ഷൻ 234 സബ്സെക്ഷൻ Dയിൽ പറയുന്നത്. where any refund is granted to the SSC on the basis of return under section 143. സെക്ഷൻ 143I പ്രകാരമുള്ള ഒരു റിട്ടേണിൻ്റെ ബേസിസിൽ SSCക്ക് റീഫണ്ട് ഓഫ് ഗ്രാൻഡ് എന്ന് പറയുന്നത് ലഭിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ റീഫണ്ടിൻ്റെ പ്രൊവിഷൻസ് എന്ന് പറയുന്നത്? നോ റീഫണ്ട് ഈസ് ഡ്യൂ ഓൺ റെഗുലർ അസസ്മെൻറ്റ് ഓർ ദ എമൗണ്ട് ഓഫ് റീഫണ്ട് exceeds the amount refundable, then the SSC shall be liable to pay interest. SSC ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. എങ്ങനെയാണ് SSC കൊടുക്കേണ്ടതായിട്ട് വരുന്നത്? അണ്ടർ സെക്ഷൻ 143I പ്രകാരം നോ റീഫണ്ട് ഈസ് ഡ്യൂ ഓൺ റെഗുലർ അസസ്മെൻറ്റ്. റെഗുലർ അസസ്മെൻറ്റിൽ ഒരു റീഫണ്ട് വരാതിരിക്കുകയും ഓർ ദ എമൗണ്ട് ഓഫ് റീഫണ്ട് എക്സീഡ്സ് ദ എമൗണ്ട് റീഫണ്ടബിൾ, ആക്ച്വലായിട്ട് റീഫണ്ട് കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് റീഫണ്ട് കൊടുക്കുകയാണെങ്കിൽ SSC അതിനുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കൊടുക്കേണ്ടതായിട്ട് വരും. അത് ആരാണ് ലൈബിളായിരിക്കുന്നത്? ആർക്കാണോ ആ എക്സസ് എമൗണ്ട് ലഭിച്ചിട്ടുള്ളത് ആ ആളായിരിക്കും റീഫണ്ട്
കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ എന്തും കൂടിയും കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം. എത്ര പെർസെൻറ്റേജ് ആണ് ലൈബിൾ ആയിരിക്കുന്നത്? അറ്റ് ദ റേറ്റ് ഓഫ് 0.5% ഓൺ ദ എക്സസ് എമൗണ്ട് റീഫണ്ടഡ് ഫോർ എവറി മന്ത് ഓർ പാർട്ട് ഫോർ എ മന്ത് ഫ്രം ദ ഡേറ്റ് ഓഫ് ഗ്രാൻഡ് ഓഫ് റീഫണ്ട് ടു ദ ഡേറ്റ് ഓഫ് റെഗുലർ അസസ്മെൻറ്റ്. 0.5% പെർ മന്ത്, അത് ഫുള്ളായിട്ടോ അല്ലെങ്കിൽ പാർട്ട് ഓഫ് എ മന്ത് ആയിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ഗ്രാൻഡ് ഓഫ് റീഫണ്ട് തുടങ്ങിയിട്ട് ടു ദ ഡേറ്റ് ഓഫ് റെഗുലർ അസസ്മെൻറ്റ് വരെയുള്ള പീരീഡാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷന് വേണ്ടിയിട്ട് വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പ്രൊവിഷൻസ് നമ്മൾ 2 സെക്ഷനായിട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 244A അതുപോലെ തന്നെ 234D എന്ന് പറയുന്നത്. ഈ 2 സെക്ഷനും ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ ഞാനൊരു 3 പ്രോബ്ലം കൂടിയും ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പേജ് നമ്പർ 188 പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതൊന്നു എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലൊന്ന് എടുക്കുക, അതൊന്ന് പറയുന്നത് മനസ്സിലാക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞുള്ള തിയറി ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Shri Aravind had paid an advance tax of rupees 23,500 for the assessment year 2020-21 and filed the return of income before the due date. The assessing officer determined the amount of tax at rupees 20,000 and refunded 3,500 on 30th December 2020. Compute the amount of interest, if any, payable by government to Shri Aravind. അപ്പം നിങ്ങൾ ഈ ടെക്സ്റ്റിൽ ഞാൻ പ്രോബ്ലം വായിച്ചു. ഇനി നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. അഡ്വാൻസ് ടാക്സ് 23,500 ആണ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് 2021 അതും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. ഇനി അണ്ടർലൈൻ ചെയ്യേണ്ടത് ഗ്രാൻഡ് സാങ്ഷൻ ചെയ്തത് 20,000 ആണ്. റീഫണ്ട് എന്ന് പറയുന്നത് 3,500 ഓൺ 30th December 2020. അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് 30/12/2020 എന്ന് പറയുന്നതും അണ്ടർലൈൻ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 3,500 രൂപ വെച്ചിട്ടാണ്. 0.5% പെർ മന്ത് ആണ് നമ്മളുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ന് മുതൽ കണക്കാക്കണം? 1/4/2020 മുതൽ 30/12/2020 വരെയാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ എത്ര മാസം ഉണ്ടെന്നൊന്ന് നോക്കൂ. 1/4/2020 മുതൽ 30/12/2020. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 20/12/2020 എന്നാണ് എഴുതിയിട്ടുള്ളത്. അതൊന്ന് 30/12/2020 എന്നാക്കാം. അതുപോലെ തന്നെ 1/4/2019 എന്നുള്ളത് 1/4/2020 എന്നാക്കാം. എല്ലാവരും കറക്റ്റ് ചെയ്തില്ലേ? 1/4/2019 എന്നുള്ളത് 2020 എന്ന് കറക്റ്റ് ചെയ്യുക. 20/12/2020 എന്നുള്ളത് 30/12/2019 എന്ന് പറയാം. അപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എത്ര മാസം ഉണ്ട്? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഡിസംബർ ഫുൾ എടുക്കണം. അപ്പോൾ 9 മാസമാണ് വരുന്നത് അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. 3,500 ഇൻറ്റു 0.5% ഇൻറ്റു 9. ഒരു മാസത്തേക്ക് 0.5 എന്ന് പറഞ്ഞാൽ 9 മാസത്തേക്ക് എത്ര രൂപ കിട്ടി? 3,500 ഇൻറ്റു 0.5% ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 157.5 കിട്ടി. അത് റൗണ്ട് ചെയ്യുക. അപ്പോൾ എത്ര രൂപ കിട്ടും? 160 രൂപ കിട്ടും. അപ്പോൾ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? അസസിങ് ഓഫീസർ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള എമൗണ്ട് 20,000 ആണെങ്കിലും റീഫണ്ട് വന്നിട്ടുള്ളത് എത്ര രൂപയാണ്? 23,500 മൈനസ് 20,000 എന്ന് പറയുമ്പോൾ 3,500 തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് പ്രോബ്ലത്തിൽ 3,500 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് 30/12/2020 ആ ഡേറ്റ് വരെയുള്ളതാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഫോളോയിങ് ഇൻഫോർമേഷൻ ഈസ് ഗിവൺ ഇൻ റെസ്പെക്ട് ഓഫ് ദ അസസ്മെൻറ്റ് ഓഫ് ശ്രീ യോഗേഷ് ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2021. ടാക്സ് പെയ്ഡ് ബൈ വേ ഓഫ് അഡ്വാൻസ് ടാക്സ് ആൻഡ് TDS 6 lakh. ടാക്സ് ഡ്യൂ ആസ് പെർ അസസ്മെൻറ്റ് 5,60,000. amount of refund granted on 10/10/2020. compute the amount of interest payable by the government. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടതും അണ്ടർലൈൻ ചെയ്യേണ്ടതും 6 ലക്ഷം രൂപയാണ് അഡ്വാൻസ് ടാക്സ് ആൻഡ് TDS എന്ന് പറയുന്നത്. അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് ഡ്യൂ വരുന്നത് 5,60,000 ആണ്. അപ്പോൾ എത്ര രൂപ അധികം വന്നിട്ടുണ്ട്? 6 ലക്ഷം മൈനസ് 5,60,000 വരുമ്പോൾ 40,000 രൂപയാണ് അധികം വരുന്നത് അല്ലേ? എക്സസ് പെയ്ഡ് എന്ന് പറയുന്നത് 40,000 ആണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് 5,60,000 ആയിട്ടുള്ള ടാക്സ് ഡ്യൂഡിൻ്റെ 10%-നേക്കാൾ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റീഫണ്ട് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ 5,60,000-ൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്ര രൂപ വന്നിട്ടുണ്ട്? 56,000 രൂപ വന്നിട്ടുണ്ട്.
ഈ 56,000 രൂപ 40,000 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് കൂടുതൽ വരുന്നത്? 56,000 ആണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ടാക്സ് ഡ്യൂവിൻ്റെ 10%-നേക്കാൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ റീഫണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുമോ? അവിടെ ഇൻട്രസ്റ്റ് വരുന്നുണ്ടോ? ഇൻട്രസ്റ്റ് വരുന്നില്ല. അപ്പോൾ ആ ഒരു റീസണാണ് ഇവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് excess paid is less than 10% of the tax determined. ടാക്സ് ഡിറ്റർമിൻഡ് 5,60,60,000 ആണ്. അതിൻ്റെ 10% നോക്കുമ്പോൾ 56,000 ആണ്. എക്സസ് എമൗണ്ട് കൊടുത്തിട്ടുള്ളത് എത്രയാണ്? 40,000, വിച്ച് ഈസ് ബിലോ 5,56,000-നേക്കാൾ കുറവാണ് 40,000. അതുകൊണ്ട് തന്നെ ഹെൻസ് നോ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ അണ്ടർ സെക്ഷൻ 244A. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത് കറക്റ്റായിട്ട് നേരത്തെ പറഞ്ഞ പ്രൊവിഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. കമ്പ്യൂട്ട് ഇൻട്രസ്റ്റ് പേയബിൾ അണ്ടർ സെക്ഷൻ 244A ഇഫ് എനി. ടാക്സ് പെയ്ഡ് ബൈ അഡ്വാൻസ് ടാക്സ് ആൻഡ് TDS 2,70,000. ടാക്സ് ഡ്യൂ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2021 2 lakh. ഡേറ്റ് ഓഫ് റീഫണ്ട് ദറ്റ് ഈസ് 31/5/21. എമൗണ്ട് എത്രയാണ്? 70,000. അത് നമ്മുടെ 2,70,000 മൈനസ് 2 ലക്ഷം എന്ന് പറയുമ്പോഴും 70,000 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ 31/7/2020 ആണ്. ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ 30/12/2020 ആണ്. ആ ഡേറ്റുകളൊക്കെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. 3 ഡേറ്റുകളാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. ഡേറ്റ് ഓഫ് റീഫണ്ട് എന്ന് പറയുന്നത് 31/5/2021 ആണ്. ഫയലിംഗ് റിട്ടേൺ എന്ന് പറയുന്നത് 31/7 ആണ്. പക്ഷേ ഇയാൾ എന്നാണ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ളത്? 30/12/2020 മാത്രമേ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബേസിസിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എക്സസ് എമൗണ്ട് കൊടുത്തിട്ടുള്ളത് 70,000 ആണ് അല്ലേ? 2 ലക്ഷമാണ് ടാക്സ് ഡ്യൂ. അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 20,000 ഉള്ളൂ. അപ്പോൾ അതിനേക്കാൾ കൂടുതലുണ്ട്. അതുകൊണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ അപ്ലിക്കബിൾ ആണ്. അപ്പോൾ എത്ര രൂപ വരുന്നുണ്ട്? 70,000 × 0.5 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ന് മുതലുള്ള ഡേറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. 30/12/2020 അയാൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ളൂ. ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 31/7 ആണെങ്കിലും അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്തത് 30/12/2020 ആയതുകൊണ്ട് അന്ന് മുതൽ മാത്രമേ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. എന്ന് വരെയുള്ള ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? റീഫണ്ട് ഗ്രാൻറ്റ് ചെയ്തത് എന്നാണ്? 31/5/2021 ആണ്. അന്ന് വരെയുള്ള ഡേറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 30/12/2020 മുതൽ 31/5/2021 വരെ. അപ്പോൾ ഡിസംബർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. പക്ഷേ നമ്മൾ ഏത് ഇൻക്ലൂഡ് ചെയ്യണം? മെയ് മാസം ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ 5 മാസത്തെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക. 70,000 × 0.5% × 5 എന്ന് പറയുമ്പോൾ എത്ര രൂപ കിട്ടി? 1,750 രൂപ കിട്ടി. അപ്പോൾ 3 എക്സാമ്പിളിലും നേരത്തെ പറഞ്ഞിട്ടുള്ള സെക്ഷൻസ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതിൽ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയില്ല എല്ലാവർക്കും? ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സെക്ഷൻ 230 ആണ്. ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ടാണ്. ഈ ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് സെക്ഷൻ 230 പറയുന്ന പ്രൊവിഷൻസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴൊക്കെയാണ് ഈ ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരിക, അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. A person who is not domiciled in India and has come to India in connection with business, profession or employment and has derived income from any source in India shall not leave the territory of India by land, sea or air without a furnishing to the prescribed authority and undertaking in a prescribed form, that is from his employer through whom he is getting income, that the tax payable by such a person shall be paid by him. ഇവിടെ പറയുന്നത് ഇന്ത്യയിൽ നോട്ട് ഡൊമിസൈൽഡ് എന്ന് വെച്ചാൽ താമസിക്കാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അത് ഏതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം? ബിസിനസ്സിന് വേണ്ടിയിട്ടോ പ്രൊഫഷന് വേണ്ടിയിട്ടോ എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടോ ഇന്ത്യയിലേക്ക് വരികയും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് എനി സോഴ്സ് ഓഫ് ഇൻകം ഡിറൈവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യ വിടുന്നതിന് മുമ്പായിട്ട്, അതെങ്ങനെയൊക്കെ ഇന്ത്യ വിടാം? ലാൻഡോ സീയോ എയറോ എങ്ങനെയായാലും ഇന്ത്യയിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ ആരിൽ നിന്നാണോ ആ ഇൻകം കിട്ടിയിട്ടുള്ളത്, അത് ചിലപ്പോൾ എംപ്ലോയറുടെ കയ്യിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പേഴ്സൻ്റെ കയ്യിൽ നിന്നായിരിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ ആവശ്യമുണ്ട്. Okay, on receipt of such undertaking, the authority shall immediately give a no objection certificate
to such a person allowing him to leave India. അപ്പോൾ ആരാണോ ഇൻകം കൊടുക്കുന്നത് അദ്ദേഹം ഒരു NOC എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്താ? നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഈ SSCക്ക് കൊടുത്തിരിക്കണം. ആരാണോ ഇൻകം കൊടുത്തിട്ടുള്ളത് ആ ഇൻകം കൊടുത്തിട്ടുള്ള പേഴ്സൺ ആർക്കാണോ ഇൻകം കൊടുത്തിട്ടുള്ളത് അയാൾ എങ്ങനെയുള്ള ആളായിരിക്കണം? ഇന്ത്യയിൽ താമസിക്കാത്ത വ്യക്തി, പക്ഷേ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഒരു ഇൻകം ആ ഒരു ഫോറിനർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകുന്നതിന് മുമ്പായിട്ട് ഒരു നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഇൻകം കൊടുത്തിട്ടുള്ള ആൾ കൊടുത്തിരിക്കണം. This condition shall not apply to a person who is not domiciled in India but visits India as a foreign tourist or for any other purpose not connected with his business, profession or employment. ഇനി നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഏതൊക്കെ കേസിലാണ്? അയാൾ ഇന്ത്യയിലേക്ക് വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോറിൻ ടൂറിസ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെൻറ്റ് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഇല്ല. ക്ലിയർ ആയില്ലേ? ഇനി രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് സെക്ഷൻ 230 സ്പെസിഫിക് ആയിട്ടുള്ള ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. സെക്ഷൻ 230 further specified that every person who is domiciled in India at the time of departure from India shall furnish to the prescribed authority in the prescribed form. ഇദ്ദേഹം ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. എവറി പേഴ്സൺ ഹു ഈസ് ഡൊമിസൈൽഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ താമസിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ അറ്റ് ദ ടൈം ഓഫ് ദ ഡിപ്പാർച്ചർ ഫ്രം ഇന്ത്യ, ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അവസരത്തിലാണ് ഈ പറയുന്ന ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. ഏതൊക്കെയാണ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്? PAN. If PAN is not allotted or is not required to obtain PAN, shall furnish a certificate in the prescribed form. PAN ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഓതറൈസ്ഡ് അതോറിറ്റി പറയുന്ന ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോം സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതല്ലാത്ത കേസിൽ PAN ആണ് കൊടുക്കേണ്ടത്. ദ പർപ്പസ് ഫോർ ഹിസ് വിസിറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ, എന്തിനാണോ ഇദ്ദേഹം പുറത്തു പോകുന്നത് ആ കാരണം ഈ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ അതോറിറ്റീസിനെ അറിയിച്ചിരിക്കണം. ദി എസ്റ്റിമേറ്റഡ് പീരീഡ് ഓഫ് ഹിസ് സ്റ്റേ ഔട്ട്സൈഡ് ഇന്ത്യ, എത്ര കാലം അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതും പറയണം. അപ്പോൾ സെക്ഷൻ 230 ഒരു ഡൊമിസൈൽഡ് ഇന്ത്യൻ സിറ്റിസൺ ആണ് എന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ, അദ്ദേഹം ഔട്ട്സൈഡ് ഇന്ത്യ പോകുന്നുണ്ടെങ്കിൽ 3 ഡീറ്റെയിൽസ് ആണ് ഒരു പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിക്ക് പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ കൊടുക്കേണ്ടത്. എന്തൊക്കെയാണ്? PAN കൊടുക്കണം, അതുപോലെ തന്നെ പർപ്പസ് ഓഫ് വിസിറ്റും പീരീഡ് ഓഫ് സ്റ്റേയും കൂടിയിട്ടാണ് കൊടുക്കേണ്ടത്. ഈ തേർഡ് കാറ്റഗറിയിൽ സെക്ഷൻ 230 പറയുന്നത് എ പേഴ്സൺ ഹു ഈസ് ഡൊമിസൈൽഡ് ഇൻ ഇന്ത്യ അറ്റ് ദ ടൈം ഓഫ് ഹിസ് ഡിപ്പാർച്ചർ ഫ്രം ഇന്ത്യ ആൻഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഹോം ഇൻ ദ ഒപ്പീനിയൻ ഓഫ് എൻ ഇൻകം ടാക്സ് അതോറിറ്റി ഇറ്റ് ഈസ് നെസസറി ടു ഒബ്റ്റെയിൻ എ ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഷാൽ ലീവ് ഇന്ത്യ only after obtaining a tax clearance certificate from the duly authorized officer stating that he has no liabilities under the Income Tax Act or under any other act dealing with the direct taxation, or that satisfactory arrangements have been made for the payment of all taxes which may become payable by that person. ഇവിടുത്തെ പേഴ്സൺ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? ഡൊമിസൈൽഡ് ഇൻ ഇന്ത്യ ആണ്, ഇന്ത്യയിൽ താമസിക്കുന്ന വ്യക്തിയാണ്. അറ്റ് ദ ടൈം ഓഫ് ഹിസ് ഡിപ്പാർച്ചർ ഫ്രം ഇന്ത്യ, ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് ഇൻകം ടാക്സ് അതോറിറ്റിയുടെ ഒരു നോൺ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. ആ നോൺ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്? ഷാൽ ലീവ് ഇന്ത്യ ഓൺലി ആഫ്റ്റർ ഒബ്റ്റെയിനിങ് ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ആരിൽ നിന്നാണ് ഇത് ലഭിക്കേണ്ടത്? ഒരു ഓതറൈസ്ഡ് ഓഫീസറുടെ കയ്യിൽ നിന്ന് ലഭിക്കണം. അതിൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒരു ലൈബിലിറ്റീസ് ഇല്ലാന്നും, അതോടൊപ്പം തന്നെ ഡയറക്റ്റ് ടാക്സേഷൻ്റെ കേസിലും ബാക്കിയുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തതിന് ശേഷം, അതായത് ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പേയ്മെൻറ്റും നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ള ഒരു ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒരു ഓതറൈസ്ഡ് അതോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഒരു ഡൊമിസൈൽഡ് ഇൻ ഇന്ത്യൻ പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 230 പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ സെക്ഷൻ 230 പറയുന്ന ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഈ ഒരു പോർഷനോടുകൂടി നമ്മളുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ മോഡ്യൂൾ അവസാനിച്ചിട്ടില്ല. ഈ മോഡ്യൂൾ അവസാനിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചാപ്റ്ററും കൂടിയും പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് GST എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ലാസ്റ്റായിട്ട് നമ്മളൊരു റിവിഷൻ പ്രോബ്ലം കൂടി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാവരും പെട്ടെന്ന് തന്നെ പേജ് നമ്പർ 194 എടുക്കാം.
പേജ് നമ്പർ 194 ഒരു പ്രോബ്ലം ഇന്നത്തെ ലാസ്റ്റ് റിവിഷൻ പ്രോബ്ലം ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദ്യം വായിക്കാം. Srimati Rani, aged 82 years, has estimated the following taxable income. Income from house property 1,28,000. Income from business before charging depreciation 12,000, that is 8,12,000. Interest on fixed deposit in banks 2,76,000. She has paid life insurance premium of rupees 16,000 and health insurance premium 12,000. Compute the advance tax payable. Advance tax എത്രയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു റിവിഷൻ പ്രോബ്ലം ആണെന്ന് പറയാനുള്ള കാര്യം, ഇദ്ദേഹം സീനിയർ സിറ്റിസൺ ആണ്, 82 വയസ്സുള്ള ആളാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ടാക്സ് ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 18 നമ്മൾ എടുക്കേണ്ടതാണ്. അതിനുശേഷമാണ് 4 ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് റിവിഷൻ പ്രോബ്ലം ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. അതിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന 1,28,000 നമുക്ക് എടുക്കാം. ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത് 8,12,000 ആണ്. അതിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതിന് മുമ്പാണ് 8,12,000. അതുകൊണ്ട് ഡിസലൗഡ് എക്സ്പെൻസ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യണം. അത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 8 ലക്ഷം രൂപയാണ്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ബാങ്കിലെയാണ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ ആഡ് ചെയ്യണം. അത് ഏതിൻ്റെ അണ്ടറിലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്ന അതിൻ്റെ അണ്ടറിൽ നമ്മൾ 2,76,000 രൂപ ആഡ് ചെയ്യേണ്ടതുണ്ട്. ആ മൂന്നും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. അപ്പോഴാണ് നിങ്ങൾക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുക. അപ്പോൾ 1,28,000 പ്ലസ് 8 ലക്ഷം പ്ലസ് 2,76,000 എത്ര രൂപ കിട്ടി? 12,04,000 രൂപ എല്ലാവർക്കും കിട്ടിയില്ലേ? അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടിയില്ലേ? 1,28,000 പ്ലസ് 8 ലക്ഷം പ്ലസ് 2,76,000 എന്ന് പറയുമ്പോൾ 12,04,000 കിട്ടി. ഇനി നമുക്ക് ഡിഡക്ഷനാണ്. ഏതൊക്കെ ഡിഡക്ഷൻ ഉണ്ട്? ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ഉണ്ട്. പിന്നെ നമുക്ക് വരുന്ന ഡിഡക്ഷൻസ് ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റുമേയാണ്. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നമുക്ക് എത്ര രൂപ വരെ കിട്ടും? 50,000 രൂപ വരെ കിട്ടും. പ്രൊവിഷൻ ആരും മറന്നിട്ടില്ലല്ലോ, സെക്ഷൻ 80 TTB ആണ്. ഇത്രയും മൂന്നുമാണ് സെക്ഷൻ 80-ൽ വരുന്നത്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം 80C ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുമ്പോൾ 80D ആണ്. ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഏത് ഡെപ്പോസിറ്റ് ആയാലും നമുക്ക് ഇൻട്രസ്റ്റ് സീനിയർ സിറ്റിസന് 50,000 രൂപ വരെ കിട്ടുന്നതാണ്. അപ്പോൾ 80C ഒന്ന് എഴുതാം. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം 16,000. 80D ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം 12,000. 80 TTB എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്, അവിടെ സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് 50,000. അല്ലാന്നുണ്ടെങ്കിൽ എത്രയാ? ഓർമ്മയുണ്ടോ? 10,000 രൂപ വരെ കിട്ടുള്ളൂ. ഇവിടെ സീനിയർ സിറ്റിസൺ ആയതുകൊണ്ടാണ് 50,000. അപ്പോൾ ടോട്ടൽ എത്ര ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80-ൽ വരുന്നുണ്ട്? ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. 16,000 പ്ലസ് 12,000 പ്ലസ് 50,000, 78,000 രൂപ കിട്ടിയിട്ടുണ്ട്. അത് ഗ്രോസ് ടോട്ടൽ ഇൻകം ആയിട്ടുള്ള 12,04,000 നിന്ന് ഒന്ന് ഡിഡക്റ്റ് ചെയ്ത് നോക്കൂ. 12,04,000 മൈനസ് 78,000, ടോട്ടൽ ഇൻകം എത്ര കിട്ടി? 11,26,000 കിട്ടി. ക്ലിയർ ആയില്ലേ? ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനോ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനോ വിന്നിങ്സ് ഫ്രം ലോട്ടറിയോ പാസ്വേഡ് പസലോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് സ്ലാബിലേക്ക് പോവാം. സീനിയർ സിറ്റിസൻ്റെ സ്ലാബ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യണേ? 5 ലക്ഷം. അപ്പോൾ ആദ്യത്തെ 5 ലക്ഷത്തിന് ടാക്സ് ഉണ്ടോ? ഇല്ല. പിന്നത്തെ 5 ലക്ഷത്തിന് എത്ര ശതമാനമാണ്? ആരും മറന്നിട്ടില്ലല്ലോ, 20%, ബാലൻസ് 30%. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യത്തെ 5 ലക്ഷത്തിന് നില്ല് എഴുതി വയ്ക്കുക, പിന്നത്തെ 5 ലക്ഷത്തിന് 20%. അപ്പോൾ 5 ലക്ഷത്തിൻ്റെ 20% എന്ന് പറയുമ്പോൾ എത്ര ടാക്സ് അടയ്ക്കണം? 1 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കണം. ബാക്കിന് എത്രയുണ്ട്? 11,26,000-ൽ 10 ലക്ഷം കഴിഞ്ഞാൽ ബാക്കി എത്രയാണുള്ളത്? 1,26,000 ഉണ്ട്. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 30% ആണ്. അപ്പോൾ 1,26,000 ഇൻറ്റു 30% ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. 1,26,000 ഇൻറ്റു 30% എന്ന് പറയുമ്പോൾ 37,800 കിട്ടി. അപ്പോൾ ടോട്ടൽ ടാക്സ് എത്ര വന്നിട്ടുണ്ട്? 1,37,800. അതായത് 1 ലക്ഷം പ്ലസ് 37,800 ആഡ് ചെയ്യുമ്പോൾ 1,37,800 കിട്ടി. അത് ആഡ് ചെയ്തിട്ട് ഇനി അതിൻ്റെ കൂടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്? സർചാർജ് വരുന്നില്ല, സെസ് 4% ചാർജ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. 1,37,800 ഇൻറ്റു 4%.
എത്ര രൂപ കിട്ടി? 1,37,800 ഇൻറ്റു 4% എന്ന് പറയുമ്പോൾ 5,512 വരും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി എല്ലാവർക്കും കിട്ടിയില്ലേ? 1,37,800 കൂടെ ഈ കിട്ടിയ 5,512 ആഡ് ചെയ്ത് നോക്കൂ. അപ്പോൾ എത്ര രൂപ കിട്ടി? 1,43,312 കിട്ടി. 312 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റൗണ്ട് ഓഫ് ചെയ്യണം. അത് പിന്നിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുക. അപ്പോൾ അത് എത്ര രൂപയായി? 1,43,310. ക്ലിയർ ആയില്ലേ? എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റണില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? 4 ഡേറ്റ് വെച്ചിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഡേറ്റ് എന്താണ്? 15/6 ആണ്. 15% ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 1,43,310 15% ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. എത്ര രൂപ കിട്ടി? ഒന്ന് കാൽക്കുലേറ്റർ അടിച്ചു നോക്കുക. 1,43,310 ഇൻറ്റു 15% 21,497 കിട്ടിയില്ലേ? അത് ഔട്ടർ കോളത്തിൽ എഴുതി വയ്ക്കുക. ഇനി എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഡേറ്റ് എന്നാണ്? 15th September ആണ്. 45% നോക്കേണ്ടത്. അതിൽ 15% നേരത്തെ ചെയ്തത് കൊണ്ട് ഇനി എത്ര ശതമാനം നോക്കിയാൽ മതി? 30% നോക്കിയാൽ മതി. അപ്പോൾ 30% കാൽക്കുലേറ്റ് ചെയ്യാൻ 1,43,310 30% നോക്കുക. 42,993 അല്ലെങ്കിൽ 94 എടുക്കുന്നത് കൊണ്ട് തെറ്റില്ല. ഓക്കെ, നേരത്തെ 15% 21,497 എടുത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത്? 42,994 എടുത്തത് കൊണ്ട് വിരോധമില്ല എന്നുള്ളത്. ഏതെടുത്താലും കുഴപ്പമില്ല. അവസാനത്തെ ഫിഗർ നിങ്ങൾ കറക്റ്റായിട്ട് ടോട്ടൽ ചെയ്യുമ്പോൾ 1,43,310 എത്തിച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിൽ ചെയ്ത പോലെ തന്നെ 42,993 തന്നെ എടുത്തോളൂ. ഇനി നെക്സ്റ്റ് ഡ്യൂ ഡേറ്റ് എന്നാണ്? 15th December ആണ്. അവിടെയും 30% ആണ് വരുന്നത്. അതായത് ടോട്ടൽ വരേണ്ടത് 75% ആണ്. എന്നുണ്ടെങ്കിൽ 45% നേരത്തെ ചെയ്തത് കൊണ്ട് നമ്മൾ എത്ര എടുത്താൽ മതി? 30% എടുത്താൽ മതി. ആ 30% എന്ന് പറയുന്നത് നേരത്തെ എടുത്ത സെയിം തുക എടുക്കുക. ഓക്കെ, 30% എന്ന് പറയുമ്പോൾ 42,993 എടുത്തവർ 42,993 തന്നെ എടുക്കുക. 42,994 എടുത്തവർ 42,994 തന്നെ എടുക്കാം. എന്നിട്ട് ഇനി ലാസ്റ്റ് ഡേറ്റ് 15th March ആണ്. അവിടെ 25% എടുത്താൽ മതി. എന്താണ്? 100% കറക്റ്റായിട്ടുള്ള റേറ്റ്. പക്ഷേ നേരത്തെ നമ്മൾ 75% എടുത്തത് കൊണ്ട് ബാലൻസ് ഇനി എത്ര എടുക്കണ്ടു? 25% എടുക്കണ്ടു. അപ്പോൾ 25% നിങ്ങൾ നോക്കുമ്പോൾ ഇത്ര ചെയ്താൽ മതി. 1,43,310 നിന്ന് ആദ്യത്തെ 3 ഫിഗർ കുറച്ചിട്ടുള്ള തുക നിങ്ങൾ ലാസ്റ്റ് എമൗണ്ടിൽ എടുത്താലും തെറ്റൊന്നുമില്ല. അല്ലെങ്കിൽ 25% എടുത്തിട്ട് ആ എമൗണ്ട് എഴുതി വയ്ക്കുക. 35,827 ആണെങ്കിലും നിങ്ങൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ 4 എമൗണ്ടും കൂടി കൂട്ടുമ്പോൾ ലാസ്റ്റ് ഫിഗർ എത്ര വരണം? 1,43,310 വരണം. അപ്പോൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ അത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് നോക്കാം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് ടാക്സ് കളക്ഷൻ ആൻഡ് ടാക്സ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, അതായത് നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിലെ ഒരു പോർഷനാണ് ടാക്സ് കളക്ഷൻ ആൻഡ് ടാക്സ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. 5 ടാക്സ് കളക്ഷനാണ് ഉണ്ടായിരുന്നത്. 5 ടാക്സ് കളക്ഷനും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുകയും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സ് പേയ്മെൻറ്റ്, അഡ്വാൻസ് ടാക്സ് പേയ്മെൻറ്റ്, ഇൻട്രസ്റ്റ്, ഇൻസ്റ്റാൾമെൻറ്റ് ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാ സ്റ്റുഡൻസിനും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടം പോലെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.